ഹായ്, ഇന്ന് മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് എങ്ങോട്ട് പോകുന്നതെന്നറിയാവോ? ചെറുകോൽപ്പുഴ കൺവെൻഷൻ. അപ്പം ഞാനും മിഷൂട്ടിയും മാമാട്ടിയും ഒരുങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. നേരത്തെ സൈഷേട്ടനും കൂടെ പോകുന്നത്. ചേച്ചി അവിടേക്ക് വരും. ചേച്ചി കോഴഞ്ചേരി ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. 5:30 ആകുമ്പോൾ സൈഷേട്ടൻ വരുമെന്ന് പറഞ്ഞാൽ വന്നപ്പോൾ 7 മണിയായി. ഞങ്ങളാകെ ബോറടിച്ചിരുന്നു. 7 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോളെ കുഴപ്പമില്ല. ഈ സമയത്ത് പോയാൽ വെയിലൊന്നും അടിക്കണ്ടായല്ലോ. നമുക്ക് നല്ല അത്യാവശ്യം ചൂടൊക്കെ ഉള്ള ടൈമല്ലേ ഇപ്പം. പോകുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. വണ്ടി കയറി ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേനും രണ്ടുപേരും ഉറങ്ങി. മിഷൂട്ടി എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി, മാമാട്ടി എന്നോട് ഇങ്ങനെ ചേർന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങോട്ട് പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് ഒന്നും പോകുന്ന വഴിക്ക് എടുക്കാനില്ലല്ലോ. അപ്പം ഞങ്ങളവിടെ എത്തി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നേ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അക്കരെ നമുക്ക് പോകണം. അവിടെ പാലം ഇട്ടിട്ടുണ്ടല്ലോ, പാലത്തെ കയറി അക്കരെ ചെല്ലണം. അപ്പോൾ ഇക്കരെ സൈഡിലും കടകളൊക്കെ ഉണ്ടേ. അതുകൊണ്ട് ചെറുകോൽപ്പുഴ ഹിന്ദു പരിഷത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറി. അപ്പോൾ അതിന് മാമാട്ടിയും മിഷൂട്ടിയും ഉണർത്തിയെടുത്തു. മിഷൂട്ടിയെ കൊണ്ട് സൈഷേട്ടൻ മുന്നിൽ പോയി. മാമാട്ടിയെ ഞാൻ എടുത്തു. മാമാട്ടി ഇങ്ങനെ ഉണക്കത്തി ഇങ്ങനെ നോക്കുമായിരുന്നു എവിടാന്നൊക്കെ. ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, വെള്ളം എന്നൊക്കെ കാണിച്ചു കൊടുത്തു. നമ്മുടെ പമ്പാ നദിയാണ് കേട്ടോ ഇതേ. പമ്പാ നദിയിൽ നിന്ന് ക്രോസ് ചെയ്ത് അക്കരെ നമുക്ക് പോകണം. ഇപ്പം വെള്ളം കുറവാണേ. പക്ഷേ ഇപ്പുറത്തെ സൈഡിലൊക്കെ കുഴിയുള്ളിടമുണ്ടേ. അപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് മണൽ കാണാം. ഈ അപ്പുറത്തെ മണൽപ്പുറത്താണല്ലോ ഈ പരിഷത്ത് നടക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് ഇപ്പം 4ാമത്തെ പ്രാവശ്യമാണേ. ആദ്യം മാമാട്ടി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ വർഷം പോയി മാമാട്ടിയും കൊണ്ട്. പിന്നെ മിഷൂട്ടിയെ കഴിഞ്ഞ വർഷം പ്രഗ്നൻ്റായി. ഈ പ്രാവശ്യം മിഷൂട്ടിയെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് കാണാനൊക്കെ. അവർക്കും ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു. അങ്ങ് വരെ കടകളുണ്ട്, ഒരുപാട് അങ്ങ് കടകളുണ്ട്. അങ്ങ് അറ്റത്താണ് ഈ പരിഷത്തിൻ്റെ ഇത് ഓഡിറ്റോറിയമൊക്കെ. അപ്പം മാമാട്ടി ഉറക്കത്തിന് ആ ക്ഷീണമായോണ്ടായിരിക്കും എൻ്റെ തോളെ കുറച്ച് നേരം ഇരിക്കുമായിരുന്നു. ഞാനങ്ങനെ കാര്യമായിട്ട് വീഡിയോ അന്നേരം എടുത്തില്ല. പിന്നെ അവൾ അങ്ങ് ഉഷാറായി. പിന്നെ നടക്കുകയൊക്കെ ചെയ്തു. അവൾക്ക് ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ട്. പിന്നെ മിഷൂട്ടിയെ സൈഷേട്ടൻ എടുക്കും. അപ്പോൾ ചേച്ചി നേരത്തെ വന്നായിരുന്നു. ഞങ്ങളെ ലേറ്റ് ആയത് കാരണം ചേച്ചി അങ്ങോട്ടേക്ക് പോന്നു. ചേച്ചി 2-3 പേരൂടെ അവർ ഫ്രണ്ടിൽ അവിടെ ഒരു കടയിൽ നിൽപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലാം ഞങ്ങൾ കോൾ ചെയ്തെന്ന് പറഞ്ഞു. ഞങ്ങൾ ചേച്ചിയെ തപ്പി ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ചേച്ചിയൊക്കെ ഫ്രണ്ടിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നേ കടയിൽ. ഈ പ്രാവശ്യമാണെങ്കിൽ മാരാമൺ കൺവെൻഷൻ ആയിരുന്നു ആദ്യം. എല്ലാ പ്രാവശ്യവും ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാണ് മാരാമൺ തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് കടകളൊക്കെ ഇപ്പോൾ 2 ദിവസമായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാലും കടകളൊക്കെ ചിലതൊക്കെ പണിതുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ ഇന്നത്തോടു കൂടി എല്ലാം കടകളുടെ പണിയൊക്കെ തീരത്തുള്ളൂ. കുറേ കടകളൊക്കെ വരാനുണ്ട്. ഇങ്ങനെ പണിതുകൊണ്ടൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് ഒന്നുമില്ല. എന്നാലും അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും എല്ലാ പ്രാവശ്യത്തെയും പോലും പണിതുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തിൽ കൂടുതൽ നീണ്ടു പോകായിരിക്കും. കടകളൊക്കെ എല്ലാം ഇങ്ങനെ പണിതും എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ ചേച്ചി അവരൊക്കെ ഇങ്ങനെ കടയിൽ ഓരോന്ന് വാങ്ങിക്കുമായിരുന്നു, ഗ്ലാസ്സും ഒക്കെ. അപ്പം മാമാട്ടിയും കളിപ്പാട്ടമൊക്കെ കാണും. മാമാട്ടി ഒന്നിനും നിർബന്ധമൊന്നും പിടിക്കത്തില്ല, പക്ഷേ എല്ലാം ഇഷ്ടമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒരു കിലുക്കമൊക്കെ ഉണ്ട്. അത് ചേച്ചി മിഷൂട്ടിക്ക് കയ്യിൽ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അന്നേരം അത് മാമാട്ടി എടുത്തു. അവൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. മിഷൂട്ടി കുറച്ച് നേരം കൈ പിടിച്ചോളൂ. പിന്നെ മാമാട്ടി ഇങ്ങനെ അതൊക്കെ നോക്കുമായിരുന്നു. മിഷൂട്ടി അച്ഛയെ കണ്ടപ്പോൾ അച്ചിന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പച്ചിയുടെ തോളിൽ ചാടി കയറി. പിന്നെ ഞാനിങ്ങനെ കടയിലേക്ക് ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കാണിക്കാൻ. പത്തനംതിട്ടയുള്ള മിക്കവരും ഇവിടെയൊക്കെ എല്ലാ വർഷം വരും. എന്തായാലും എല്ലാ വർഷവും നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും, വീട്ടു സാധനങ്ങൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ കൺവെൻഷനും ഒക്കെ വരാൻ നോക്കിയിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഞാനൊരു കടയിൽ കയറി. പിന്നെ ഒരു ക്ലിപ്പും ക്യൂട്ടസും അങ്ങനെയൊക്കെയുള്ള, ക്യൂട്ടസ് അല്ല, നെയിൽ പോളിഷ് റിമൂവർ, അതൊക്കെ എടുത്തേ. അപ്പുറത്താണെങ്കിൽ കുറേ കുപ്പികൾ ഇങ്ങനെ കൂട്ടിയെടുക്കും. അപ്പോൾ ഞാൻ ചേച്ചി ഇങ്ങനെ വിളിച്ച് കാണിക്കുമായിരുന്നു. ചേച്ചി ഇതേണ്ട കുപ്പികളില്ലാത്ത, ചേച്ചിക്കാണെങ്കിൽ കുപ്പികളുടെ ഇഷ്ടം പോലെ കളക്ഷനുണ്ടേ. അപ്പോൾ ഇല്ലാത്ത കളർ ഏതാ ചേച്ചി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞിങ്ങനെ കാണിക്കും. അതുകൊണ്ട് അതാണ് ഹിന്ദു പരിഷത്തിൻ്റെ ഓഡിറ്റോറിയമേ. അവിടെ ഇപ്പോൾ സ്പീച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ അതിൻ്റെ അകത്ത് കയറി നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ ഇങ്ങേ അറ്റത്താണ് കേട്ടോ. നമ്മൾ അങ്ങേ അറ്റത്തുനിന്ന് ഇവിടെ വരെ വന്നു, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആണേ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും കടകളുണ്ട്. അപ്പോൾ തിരിച്ച് ആ സൈഡിൽ കൂടെ പോവാം. അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അതാണ് എന്തായാലും ഓഡിറ്റോറിയം ഡെക്കറേഷൻ ആൾ അടിപൊളി കേട്ടോ. അതിന് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ അങ്ങനെ കാണിച്ചു തരാം നിങ്ങൾ. നല്ലതായിട്ട് അവർ ചെയ്തേക്കുന്നത് ആരായാലും. അതിൻ്റെ ഇതൊക്കെ കാണാനുണ്ടോ, ഹിന്ദുമത പരിഷത്ത്. അതിൻ്റെ അകത്താണ് വലിയൊരു ഓഡിറ്റോറിയം കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. കേട്ടോണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പ്രസംഗമൊക്കെ, സ്പീച്ചൊക്കെ. അപ്പം ഇത് വിശിഷ്ട അതിഥികളൊക്കെയാണ് ഇങ്ങനെ അതിൽ സംസാരിക്കുന്നത്. നമുക്ക് ആരാന്ന് പേരൊന്നും അറിയത്തില്ല. ഇത് ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു സ്റ്റേജിൽ. അപ്പം കുറേ പേര് ഇങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അകത്ത് കയറി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. അവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ഇങ്ങനെ നടുക്ക് വെച്ചിട്ടുണ്ടേ, അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട്. അപ്പം അതൊക്കെ കാണിച്ചു തരാം.
ഇപ്പുറത്തെ സൈഡിലും ആൾക്കാരുണ്ട്, അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഞാൻ പറയില്ല കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട് അത് കാണാനേ. പിന്നെ അതിൻ്റെ സ്റ്റേജിൽ നമ്മുടെ ഇങ്ങനെ ഓരോ പണ്ടത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെയും കുറേ ആൾക്കാരുടെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയത്തില്ല, അറിയാവുന്നവരുടെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട്, ചേച്ചിയൊക്കെ അപ്പുറത്ത് കട നിൽക്കുമായിരുന്നേ. ഞാൻ അകത്ത് കയറി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ സ്പീച്ചൊക്കെ ഒന്ന് കേട്ടു, അവർ പറയുന്നത് കേട്ടിട്ട് പുറത്തിറങ്ങി കേട്ടോ. അത് 10 മണിയല്ല, അതിൽ കൂടുതൽ മണിക്ക് ഇതിൽ പ്രശ്നം എനിക്ക് തോന്നുന്നു ഇത് 10 മണി വരെ ഉള്ളെന്ന്. കടകളൊക്കെ ഉണ്ട്, എന്നാലും രാത്രി 10 വരെ ആണെന്ന് തോന്നുന്നു ടൈമേ. ഇത് ചെറുകോൽപ്പുഴ കേട്ടോ, സ്ഥലം ചെറുകോൽപ്പുഴ അയിരൂരാണേ. പിന്നെ പമ്പാ നദി തീരത്താണ് കേട്ടോ. ഇത് എല്ലാ വർഷം ഈ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു പരിഷത്തെ. മാരമൺ എല്ലാ പ്രാവശ്യവും ഇത് കഴിഞ്ഞിട്ടാണ് മാരമൺ കൺവെൻഷൻ തുടങ്ങുന്നത്. പക്ഷെ അതായിരുന്നു നേരത്തെ. മാമാട്ടി തടി ഇതേ കണ്ടപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ നേരത്ത് വാങ്ങിച്ചാൽ, ഇപ്പം വാങ്ങിച്ചാൽ ഇനി അതും എടുക്കണം. അതായത് മിഷൂട്ടി ചേച്ചിയുടെ ഇരിക്കും, അതെന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചാടി വന്ന് എൻ്റെ കയ്യിൽ കുറച്ച് നേരം ഇരിക്കുമായിരുന്നു ചിരിച്ചുകൊണ്ടൊക്കെ. ആളും കുഴപ്പമില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നതൊക്കെ. വഴക്കൊന്നും ഇല്ലാന്ന്. പിന്നെ ചൂടായതിൻ്റെ ഇടയ്ക്കുള്ളൂ ഒരു ഇത് ടെൻഷനേ ഉള്ളൂ. അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. പിന്നെ പകൽ സമയങ്ങളൊന്നും പോകാനേ പറ്റത്തില്ല, നല്ല വെയിൽ കാരണം. അപ്പം ഞാൻ എന്തായാലും കഴിക്കാതെ വിചാരിച്ചു. അപ്പുറത്ത് മുളക് ബജിയുടെ കുറേ ഇതുണ്ടായിരുന്നു. ഫുഡിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊരു സെറ്റ് മുളക് ബജി കഴിച്ചു. 30 രൂപയാണെന്ന് തോന്നുന്നു. അത് നല്ല എരിയായിരുന്നു. ചട്നി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പം ഷൂട്ടിക്കും വെള്ളം വേണം. അപ്പോൾ കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചത് കുടിച്ചു. പിന്നെ ചേച്ചിയൊക്കെ മറ്റേ ഈ കടലയുടെ എന്തോ സംഭവമില്ലേ, അതൊക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചൊന്ന് ചേച്ചിയെ. മാമാട്ടിയുടെ കൈ കൊടുത്തില്ല, കൈ കൊടുത്തിട്ടെല്ലാം ദേഹത്താക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ കവക്ക് കൊടുക്കുമായിരുന്നേ. ഞാൻ വാനിലയും ചോക്ലേറ്റും കൂടെ മിക്സാണ് വാങ്ങിച്ചത്. അപ്പം ഐസ്ക്രീമെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീമും വെള്ളം കുടിക്കാനുള്ള ചൂടുള്ള ടൈം ആയതുകൊണ്ടേ അത് നല്ലതാണ്. പിന്നെ ഇവിടെ വേസ്റ്റ് ഇടാൻ, എല്ലായിടത്തും വേസ്റ്റ് ഇടാനൊക്കെ ഇങ്ങനെ കൊട്ടകളും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും പേപ്പറുകളൊക്കെ ചിലർ തറയുന്നുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം പിള്ളേരായിരിക്കും ഇടുന്നത്. പിള്ളേരിടുന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം മണലപ്പുറം അല്ലേ, അപ്പുറത്ത് പമ്പാ നദിയുണ്ട്, അങ്ങോട്ടും വേസ്റ്റുകളൊന്നും ഇടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. വേസ്റ്റൊന്നും കഴിവതും തറയിൽ വീഴാതെ എല്ലാം വേസ്റ്റ് ഡസ്റ്റ്ബിനകത്ത് ഇടാൻ ശ്രമിക്കണം. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നീറ്റാണ്. എന്നാലും പിള്ളേരായിരിക്കും അറിയാതൊക്കെ ഇടുന്നതായിരിക്കും, ശ്രദ്ധിച്ചാൽ മതി. അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ കണ്ടില്ലേ ലാഭമേള മറുനാടൻ പറഞ്ഞത്, അതിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി ഞാൻ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാവേ. ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്തിലെല്ലാം, നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. മാമാട്ടി വിഷൂട്ടി അവിടെ ചേച്ചിയുടെയും സൈഷേട്ടനെ എടുത്താണ്. അപ്പോൾ ഞാൻ ആദ്യം പോയി ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി. ഇങ്ങനെ അറ്റം തൊട്ട് അറ്റം വരെ ഉണ്ട്. എല്ലാ സാധനവും നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങളായാലും തുണികളെ അല്ലാതെ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കിട്ടുമേ. അപ്പോൾ അതിനകത്ത് കൂടെ നടന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. അത്യാവശ്യം ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ കയറി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ല കടകളൊക്കെ പണിതുകൊണ്ടൊക്കെ ഇരിക്കുന്നുള്ളൂ ഇപ്പുറത്തെ സൈഡിലൊക്കെ. അപ്പോൾ ഇനിയൊരു പ്രാവശ്യം കൂടെ പോകണം. ഇനി പോകുമ്പോൾ ഒന്നുകൂടെ വിശദമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ജസ്റ്റ് എല്ലാം ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളേ, അല്ലാതൊന്നുമില്ല. ഇപ്പോഴത്തായിട്ട് കോഴിക്കോട് ഹൽവ ഉണ്ട് പല കളറുള്ളേ. അപ്പം ഒരു ബോക്സ് 200 രൂപ കേട്ടോ. അപ്പോൾ അതിലൊരു ബോക്സ് വാങ്ങിച്ചായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിലൊരു ബോക്സ് വാങ്ങിച്ചു. പിന്നെ ഞാൻ മുന്നോട്ടേക്ക് നടന്നു ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ. അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അകത്ത്. പിന്നെ കുറേ ആൾക്കാരും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടേ. പിന്നെ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ കുറേ ഈ പുകയ്ക്കുന്ന സാധനമൊക്കെയാണേ, അതൊക്കെ ഉണ്ടായിരുന്നു. പുകയ്ക്കുന്ന അന്നത്. പിന്നെ പിള്ളേരെ കുറേ കളിപ്പാട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നേ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ കുറേ ഇതൊക്കെ കണ്ടായിരുന്നേ, ഈ വിത്തുകളും ഈ നടാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. അതിവിടെ കാണിച്ചു തരാവേ. ഇതൊക്കെ ഗ്രഹോപകരണങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പുറത്ത് ഡ്രസ്സുകളുണ്ടായിരുന്നു, ഷോളുകളും പിന്നെ വലിയവരുടെ എല്ലാം ഉണ്ടായിരുന്നേ. അപ്പുറത്തെ സൈഡിലായിട്ട് ആ ഒരു ഭാഗം അത്ര അതായിരുന്നേ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ മുന്നോട്ട് വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏറിയാണ് മറ്റേ കൃഷിയുടെ വിത്തുകളൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ ഞാൻ കുറേ നേരം അത് നോക്കി 2-3 എണ്ണമൊക്കെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ കാണിക്കാം എന്തൊക്കെ എടുത്തത് നിങ്ങളെ. ഇത് ഫോൺ കവറുകളൊക്കെയാണ് എൻ്റെ അപ്പുറത്തെ വശത്തായിട്ടാണ്. ഇത് പിന്നെ മറ്റേ ആയുർവേദത്തിൻ്റെ ഓരോ സാധനങ്ങളാണേ, അതിൻ്റെ മരുന്നുകളാണ്. അപ്പം അതും കുറേ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ സൈഡായിട്ട് അത്രയൊക്കെ ഉണ്ടായിരുന്നേ. ഇവിടാണ് കുറേ ഈ ചെടികളുടെയും ഈ നമ്മുടെ കൃഷിക്ക് വേണ്ട എല്ലാ പച്ചക്കറികളുടെ എല്ലാം വിത്തുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാനിങ്ങനെ ഓരോ നോക്കുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് വേണോ. ഞാനപ്പോൾ കുറേ കുക്കുംബറിൻ്റെ ഒരു വിത്തും പിന്നെ
ചതുരപ്പയറും പിന്നെ അഗസ്ത്യ ചീര അതിൻ്റെ 3 വിത്ത് എടുത്ത് കേട്ടോ. അതെടുത്ത് പിന്നെ ഇപ്പുറത്ത് കമ്മലിൻ്റെ കടകളുണ്ട്. അതിന് അപ്പുറത്തെ സൈഡിലൊക്കെ കുറേ കമ്മൽ കടകളുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തില്ല, അതിൻ്റെ നിന്ന് കുറച്ചൊക്കെ എടുത്തായിരുന്നേ. പിന്നെ ക്യൂട്ട് ക്ലിപ്പ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിറങ്ങിയപ്പം ഇങ്ങനെ ഈ കപ്പലണ്ടി കടലയൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഇഷ്ടംപോലെ നമുക്ക് അങ്ങനത്തെ കിട്ടും കേട്ടോ. അപ്പം ഇപ്പോഴത്തെ വെജിറ്റബിളിൻ്റെ കടകൾ ഈ പ്രാവശ്യം കുറവായിട്ട്. ഇപ്പോൾ എല്ലാം പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഈ ഒരു പച്ചക്കറി കടയാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ കൃഷ്ണൻ്റെ കുറേ വിഗ്രഹവും കൃഷ്ണൻ്റെ ബുദ്ധൻ്റെ ഒക്കെ എല്ലാ പ്രാവശ്യവും ഉണ്ട് ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. മാമാട്ടി കണ്ടപ്പോൾ കൃഷ്ണ എന്ന് കിടന്ന് വിളിക്കുമായിരുന്നു അതേലേ, കൃഷ്ണ എന്ന് പറഞ്ഞേ. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കണ്ടു. അങ്ങനെ കുറേ നേരം അത് കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഈ പ്രാവശ്യം ഒരു കടയുള്ളൂ. ഇതിൻ്റെ 2-3 കടയുണ്ട്. അതിനിപ്പോൾ പണിയുന്നേ ഉള്ളായിരിക്കും. കുറേ കടകളൊക്കെ പണിതുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ അറ്റത്ത് വന്നിട്ട് അറ്റത്ത് വന്നു. ഇപ്പോൾ അറ്റത്ത് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ പറഞ്ഞില്ല ചെടിയുടെ അതായത് ഇറങ്ങുന്ന ആ സൈഡിലായിട്ടാണ് നഴ്സറി ഉണ്ട് കേട്ടോ. പലതരം പ്ലാന്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ ഉണ്ട്, ചെടികളുണ്ട്, എല്ലാം വെജിറ്റബിളിൻ്റെ എല്ലാം കിട്ടും. അപ്പം കഴിഞ്ഞ വർഷം ഞാനും ചേച്ചിയും ഇവിടുത്തെ ഒരു പ്ലാവിൻ്റെ തൈയും തായ്ലാൻഡ് ചാമ്പയുടെ തൈയും കൊണ്ടുവന്നു. പക്ഷേ ചേച്ചിയുടെ പ്ലാവിൻ്റെ ചേച്ചി വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം എങ്ങാണ്ട് കയറി അതങ്ങ് അളിഞ്ഞു പോയേ. പക്ഷേ എൻ്റെ ആണെങ്കിൽ നല്ലതായിട്ട് വളർന്നു വന്നു. പക്ഷേ എന്താണെന്ന് പറയുക, ഈ പ്രാവശ്യം ഇവിടെ കാടുകളെ വന്ന് വെട്ടിക്കളഞ്ഞു. അപ്പം നമ്മൾ അറിഞ്ഞില്ല. അത് നോക്കിയപ്പോൾ അത് വെട്ടിയിട്ടേക്കുന്നു. പിന്നെ ഇപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടിങ്ങനെ ഇതായിട്ട് വരുന്നുണ്ടേ, കിളിച്ച് വരുന്നുണ്ട്. മമ്മി അത് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം നോക്കുമായിരുന്നു എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്ന്. ഇപ്പോൾ കണ്ടില്ല ഓറഞ്ചിൻ്റെ അത് ചെറിയ തൈയാണ്. അതിൽ കണ്ട ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നത് കണ്ടോ. അറിയില്ല, ചെറിയ ചെടികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ചൂട് ടൈമിൽ കൊണ്ടുവച്ച പലതും ഇതായി പോവും, ഉണങ്ങിയൊക്കെ പോവേ. അപ്പം ഞാനിങ്ങനെ നോക്കുക വെറൈറ്റി. അതിന് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അബ്യൂവിൻ്റെ തൈയുണ്ട്. അബ്യൂ നല്ലൊരു ഫ്രൂട്ട്സ് അല്ലേ, അത് കഴിച്ചിട്ടില്ല. എന്നാലും എല്ലാവരും പറഞ്ഞതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിങ്ങനെ നോക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു. പിന്നെ ജബോട്ടിക്കായുടെ എനിക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി എന്തുകൊണ്ട് വെറൈറ്റി ഉണ്ട്. അപ്പം അവർ പറഞ്ഞു എല്ലാം വണ്ടിയിൽ വന്ന് കിടക്കുന്നേ ഉള്ളൂ, കുറച്ചൊക്കെ ഇറക്കി വെച്ചിട്ടുള്ളൂ, ഇനി ഇറക്കുന്നേ ഉള്ളൂ, നാളെ കൊണ്ടൊക്കെ എല്ലാം ഇറക്കും, നല്ല നാളെയോ മറ്റന്നാളോ ഒക്കെ വരാൻ പറഞ്ഞു. അപ്പോൾ സ്വീറ്റ് അമ്പഴം ഞാൻ ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഇറക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കും, ഓരോ ഫ്രൂട്ട്സിൻ്റെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് കേട്ടോ. എന്ത് തൈ വേണമെങ്കിലും കിട്ടും. നല്ല അടിപൊളി നേഴ്സറിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇത് വാങ്ങിക്കുക, എല്ലാ വർഷം വാങ്ങിക്കുന്നവർ തന്നെയാണ് കേട്ടോ ഇവരെ ഇന്ന് വന്ന്. അപ്പോൾ ഇപ്പം ഞാൻ ഓരോ വീഡിയോ എടുക്കുമായിരുന്നു. മറ്റേ നെല്ലിയും അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ ആദ്യം നോക്കുന്നത്, നമ്മൾ വെറൈറ്റി അല്ലേ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ പ്ലാന്റ്സൊക്കെ വെക്കുന്നത്, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വെക്കുന്നതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചവരോട് പറഞ്ഞു വണ്ടിയെല്ലാം വന്ന് ഇറക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുള്ളൂ, നല്ല ഇത് വേണമെങ്കിൽ. അപ്പം നാളെയൊക്കെ വരാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ നോക്കുമായിരുന്നു ഏതെങ്കിലും ഉണ്ടോ, വെറൈറ്റി ഉണ്ടോ എന്നൊക്കെ. ഒരുപാട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, അതിനകത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് നഴ്സറിയുടെ ഈ വെറൈറ്റി ഫ്രൂട്ട്സും എല്ലാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് എനിക്കൊന്നു ഈ പ്ലാവിൻ്റെ പല ടൈപ്പ് ഉണ്ടല്ലോ, ചെമ്പരത്തി, വരിക്ക, അങ്ങനെ ഉള്ള അങ്ങനത്തെ കുറേ വെറൈറ്റികൾ. അതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഇറങ്ങിയിട്ട് മറ്റേ ചട്ടികളൊക്കെ കൊണ്ടുവരുന്ന വണ്ടി. എനിക്കൊന്നത് കടയിൽ ഇറക്കാനെ കൊണ്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. ഞങ്ങളിങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഇറങ്ങുന്നിടത്ത് വന്നു കേട്ടോ. അതിൻ്റെ അകത്തോട്ടൊരു വഴിയുണ്ട്, അവിടെയും കുറേ കടകളൊക്കെ. അപ്പം ഞാൻ ചേച്ചി പറഞ്ഞു അവിടെ കൂടെ നമുക്ക് പോയി നോക്കാം. അതായത് നമ്മൾ ഇറങ്ങിയില്ല, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് അകത്തോട്ട് കയറുന്നിടത്തായിട്ട്. അവിടെ പച്ചക്കറികളൊക്കെ എല്ലാ പ്രാവശ്യമുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം പച്ചക്കറിയുടെ കടകളൊന്നും അവിടെ ഇല്ല. ഇനി ചിലപ്പോൾ ഇനിയും വെക്കുന്നേ ഉള്ളായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് അകത്തോട്ട് പോയി നോക്കി. അവിടെ ആണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ അവിടെ നോക്കാമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞേ. അവിടെ ഉണ്ട് ഈ ചെടികളുടെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കുടുംബശ്രീക്കാരുടെ വിപണി, അവരുണ്ടാക്കുന്ന സൂപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഞാൻ കയറിയില്ല, ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തോണ്ട് ഇവിടെ ഒരു നഴ്സറി ഉണ്ട്, ചെടികളുടെ മാത്രമായിട്ടുള്ളതെന്ന് തോന്നുന്നു. അവിടെയും കുറേ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നേ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ 9:45 എന്നാൽ പോയേക്കാം, ഇത്ര ലേറ്റായില്ലേ. പിന്നെ അവിടെ നിന്ന് ഫ്രൂട്ട്സ് ഓറഞ്ച് വാങ്ങിച്ച്, നല്ല ഓറഞ്ചായിരുന്നു അവിടുന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അക്കരെ വന്നിട്ട് ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു, മാംഗോയുടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അധികം നേരം പിന്നെ നിന്നില്ല. മിഷൂട്ടി മാമാട്ടിക്ക് ഉറക്കം വരുന്നതാണ്. മിഷൂട്ടിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നതാണ്. മാമാട്ടി പിന്നെ ഇപ്പോൾ ഉറങ്ങത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.